വെൽക്കം ബാക്ക് ടു വീഡിയോ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി വീഡിയോ ആണ്. എല്ലാവർക്കും വീഡിയോയുമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ക്രാഫ്റ്റ് ആണ് കേട്ടോ. പിന്നെ ക്രാഫ്റ്റ് കിടക്കുന്നതിന് എല്ലാവർക്കും അഡ്വാൻസ് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഉള്ളൊരു ക്രാഫ്റ്റ് ചെയ്യാനാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി കുറേ സാധനങ്ങളൊക്കെ ഞാൻ മുമ്പ് വെച്ചിട്ട് അതൊക്കെ പറയാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഷ്ണം കാർഡ്ബോർഡ് വേണം. പിന്നെ നമ്മളിത് ബ്രഷ് പെന്നോ അല്ലെങ്കിൽ പേനയോ സ്കെച്ചോ എന്തെങ്കിലും നിങ്ങളുടെ ഒരു കളർ എടുക്കാം. എന്നിട്ട് ഒരു ഗ്ലൂവും ഒരു കത്രികയും വേണം. പിന്നെ കുറച്ച് കളർ പേപ്പേഴ്സ് വേണം. പിന്നെ ഒരു ബുക്ക് വേണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വൈറ്റ് പേപ്പർ A4 ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ബുക്കിന് കയറിയിരിക്കാനാണ്, പ്ലെയിനാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബുക്ക് എടുക്കുന്നത്. പ്ലെയിൻ ബുക്കാണ്, അതുകൊണ്ട് ഈ ഒരു ബുക്കിന് കയറി എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ ഒരു കോമ്പസ്. ഇത്രയൊക്കെ സാധനങ്ങൾ നമുക്ക് ഇതിന് വേണം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്കൊരു സർക്കിൾ വരച്ചെടുക്കണം. അപ്പോൾ ആ സർക്കിളിന് വേണ്ടിയിട്ട് ഒരു കോമ്പസിൽ സാധനം എടുക്കാം. എന്നിട്ട് ഇവിടെ വെച്ച് വരയ്ക്കുക. ചെറുതാണ് ഞാൻ ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വലുതായിക്കോളാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇത്രയും അളവുള്ള ഒരു സർക്കിൾ വരച്ചെടുത്തിട്ടുണ്ട്. ക്യാമറ ക്ലിയർ അല്ല, പക്ഷേ ഇത് ഇങ്ങനത്തെ ഏകദേശം ഈ ഒരു വെക്കുന്ന സർക്കിളാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കാർഡ്ബോർഡ് ആയതുകൊണ്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് പണിയുണ്ട്. സർക്കിൾ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഗ്രീൻ പേപ്പറും ഓറഞ്ച് പേപ്പറും ഒക്കെ എടുക്കുക. ഗ്രീൻ പേപ്പറും ഗ്രീൻ പേപ്പറും ഓറഞ്ച് പേപ്പറും ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൽ വൈറ്റ് പേപ്പറും കൂടി കയറിയിടും. വൈറ്റ് പേപ്പർ ഒരു വൈറ്റ് പേപ്പറും കയറി എടുത്തിട്ടുണ്ട്. ഇത് മൂന്നെണ്ണമാണ് ഫസ്റ്റ് വേണ്ടത്. ഈ ഇത് മൂന്നെണ്ണം ഒരു ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് അത് എനിക്ക് ഒരു പേപ്പർ എടുക്കണം. എന്നിട്ട് അത് സൈഡിൽ നടുക്കായിട്ട് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ചെയ്യണം. എന്നിട്ട് നമ്മളിങ്ങനെ പൊട്ടിക്കുന്ന കാടൊക്കെ മറക്കില്ല, അതുപോലെ മടിക്കാനും മതി. എന്നിട്ട് നമ്മളിതിൻ്റെ അകത്തുകൊണ്ട് കൊടുക്കാം. ഇത് എളുപ്പത്തിൽ സ്ക്വയറായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ട് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ചിട്ട് അതിന് കട്ട് ചെയ്യാം. അപ്പോൾ എന്നിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ, അതാണ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ജസ്റ്റ് ലൈനിട്ടാണ് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇങ്ങനെ നടക്കുക. എന്നിട്ട് ശേഷം അതിന് ഇങ്ങനെ നടത്തിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വരയൊക്കെ കാണാൻ പറ്റും. നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്യണം. നമുക്ക് ഇതുപോലെ സ്ക്വയർ ഷേപ്സ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ 3 പേപ്പർ നമുക്ക് ചെയ്തെടുക്കണം. ഫസ്റ്റ് നമുക്ക് ഈ ഓറഞ്ച് ഒന്ന് കട്ട് ചെയ്യണം. ഗൈസ് നമ്മളിത് ഒരു ഓറഞ്ച് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഇതെങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഇങ്ങനെ മടക്കുക. അതിന് ശേഷം ഇങ്ങനെ മടക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഷേപ്പ് കിട്ടും. ഇനി നമ്മളതിനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാനായിട്ട് നമ്മൾ ഗ്ലൂ എടുത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഗമ്മ് തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ വേണം. ഇങ്ങനത്തെ ഇത് കിട്ടും. ഇത് നമ്മുടെ ഈ റൗണ്ട് ഷേപ്പ് ഫുള്ള് വെച്ചാലുള്ളതാണ്. അപ്പോൾ ഇത് ഫുള്ള് നമുക്ക് ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ഗൈസ് നമ്മളിത് ഫൈനൽ വണ്ണാണ്. അതും കൂടി ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓറഞ്ച് കംപ്ലീറ്റ് ആയിട്ട് ഇത്രയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതുമാതിരി നമുക്ക് ഈ വൈറ്റും ഗ്രീനും ഉണ്ടാക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എനിക്ക് എപ്പോഴും ഇങ്ങനെ നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ബോറടിക്കില്ല. അപ്പോൾ നമ്മൾ ഇത് ഒട്ടിക്കാൻ പോവുകയാണ്
ഈ സർക്കിളിലേക്ക്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. അതെങ്ങനെ ഒട്ടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയാങ്കിൾ ഇട്ടൊക്കെ നമുക്ക് ഫുള്ളി ഓറഞ്ച് ഒട്ടിക്കാനുള്ളതാണ്. നമുക്ക് ആക്കി കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇവിടെ വെച്ച് കൊടുക്കാം. സ്മെൽ തന്നെ വേണ്ടുള്ളൂ. എനിക്കിത് എത്ര വലിയ സൈസിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കുഞ്ഞൊരു സൈസിലാണ് ചെയ്തത്. അപ്പോൾ ഗൈസ് ഞാൻ അതുപോലെ തന്നെ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ഇങ്ങനെ ചെയ്ത് കൊടുത്തു. ചെറിയ മിസ്റ്റേക്കുകൾ നമുക്കിവിടെ ഒന്നും കൂടി വെച്ച് കൊടുക്കാം, എന്നാലേ സ്പേസ് ഒക്കെ കറക്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഈ രണ്ട് സൈഡിലും നമുക്ക് ഒന്നും കൂടി വെക്കാം. അപ്പോൾ കുറച്ചുകൂടി നീറ്റ്നെസ് തോന്നുന്നു. അപ്പോൾ ഇതാണ് കറക്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇവിടെ നമുക്ക് ഈ പച്ച ഒട്ടിക്കാം. അപ്പോൾ നമ്മൾ പച്ചയും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ, ലൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഇതുപോലെ വൈറ്റും ചെയ്തെടുത്തിട്ട് ഈ രണ്ട് സൈഡും കൂടി നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വൈറ്റിന് ഏകദേശം കഴിയാറ്. ഞാൻ ഈ സൈഡിലേക്കുള്ളത് ഉണ്ടാക്കി, ആ സൈഡിലേക്കുള്ളത് ഉണ്ടാക്കാനുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇത് ഒട്ടിക്കാം. അപ്പോൾ അതിൻ്റെ ലുക്ക് നിങ്ങൾക്ക് ഏകദേശം കിട്ടിയിരിക്കും. 1 2 പിന്നെ 3 കൂടി വെച്ച് കൊടുക്കണം. കണ്ടോ, നല്ല ഭംഗിയില്ല, എനിക്കിഷ്ടമായി. അപ്പോൾ നമ്മളിത് കുറച്ചും കൂടി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ നമുക്ക് പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഒന്നുകൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് അതിൻ്റെ ബാക്കിയും കൂടി പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഗൈസ് നമ്മൾ ഫൈനലായിട്ട് ഈ ഒരു സംഭവത്തിലേക്ക് ഈ രണ്ടെണ്ണം കൂടി നമ്മൾ വെച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇതൊരു അടിപൊളി വാൾ ഡെക്കോറായിട്ടൊക്കെ വെക്കാൻ ഇപ്പം തന്നെ ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇനി കുറച്ചും കൂടി ഇതിനെ ഭംഗിയാക്കി എടുക്കാം. നടുവിൽ റൗണ്ടും പിന്നെ കുറച്ച് ഹാങ്ങിങ്സ് ഒക്കെ ആയിട്ട് കുറച്ചും കൂടി ഭംഗിയാക്കി എടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ 5 ഇങ്ങനെ കുഞ്ഞി തിന്നായിട്ടുള്ള പേപ്പേഴ്സ് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഒരു 5 എണ്ണം വേണം. അതിങ്ങനെ ഹാങ് ചെയ്തിടുമ്പോൾ എടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിതിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഒട്ടിച്ചെടുക്കാം സെൻറ്ററിൽ. ഞാൻ വിചാരിക്കുന്നത് ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് കേട്ടോ. ഓക്കെ, നമ്മളിത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കിൽ കുറച്ച് ഗമ്മൊക്കെ ഇതാക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ജസ്റ്റ് കണ്ടോ ഗൈസ്, നല്ല ഭംഗിയുണ്ട് കാണാനും കാര്യങ്ങൾക്കൊക്കെ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഗൈസ് നമ്മളിത് 5 എണ്ണം ഇങ്ങനെ തിന്നായിട്ട് ഇങ്ങനെയാണ് കട്ട് ചെയ്തത്. ഇങ്ങനെ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഡിഫറെൻറ്റ് സൈസസിലാണ് വരിക. ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളത് ഡിഫറെൻറ്റ് സൈസസിലാക്കാം. ഫസ്റ്റത്തത് നമ്മൾ 2 എണ്ണവും ഫുൾ സൈസിലെടുക്കാം. ഗൈസ് ഒരു പച്ച എടുത്തിട്ടുണ്ട്. ഇതാണ് സെൻറ്ററിൽ വരേണ്ടത്. അപ്പോൾ നമ്മളത് അതിങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇവിടെ പേസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടി ചെരിച്ച് വെക്കണം. ചെരിച്ച് വെച്ചതിന് ശേഷം നമ്മളിത് സെൻറ്ററിലായിട്ട് ഇത് ഇങ്ങനെ പേസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ ഗൈസ് നമ്മളിത് നമ്മുടെ ഫൈനൽ ടച്ചിലേക്ക് കിടക്കുകയാണ്. ഈ ഓറഞ്ച് കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രാഫ്റ്റ് കഴിഞ്ഞു ഗൈസ്. ഗൈസ് നമ്മളിത് ഫൈനലായിട്ട് നമ്മുടെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയുണ്ട് ഇന്നത്തെ ക്രാഫ്റ്റ്? ഇനി വേറൊരു ക്രാഫ്റ്റ് വേണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ വേണമെന്ന് നിങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രാഫ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ബൈ.